أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم. يختص برحمته من يشاء والله ذو الفضل العظيم. ومن أهل الكتاب من إن تأمنه بقنطار يؤديه إليك ومنهم من إن تأمنه بدينار لا يؤديه إليك إلا ما دمت عليه قائما ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون على الله الكذب وهم يعلمون. بلى من أوفى بعهده واتقى فإن الله يحب المتقين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആലി ഇമ്രാൻ, അതിലെ 73 മുതൽ 76 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാരായണവും ഇരുത്തവും കേൾവിയും എല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗമാണ്. അഥവാ മുഅ്മിനീങ്ങളായ ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അഹ്ലു കിതാബികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പ്രഭാത സമയത്ത് മുഅ്മിനീങ്ങളോടൊപ്പം വന്ന് ചേരുകയും ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും എന്നാൽ പകലിൻ്റെ അവസാനമായി കഴിയുമ്പോൾ വീണ്ടും അവരവരുടെ കുഫ്രിയത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷ്യം വഹിച്ച ഹദീസ് നമ്മൾ കേട്ടു. സുബഹിയുടെ സമയത്ത്, സുബഹി നമസ്കാരത്തിൻ്റെ സമയത്ത് അവർ വരും, നമസ്കാരത്തിനോടൊപ്പം ചേരും. സഹാബാക്കൾ വിചാരിക്കുമ്പോൾ ഇവർ ഇസ്ലാമിലേക്ക് വന്നവരാണ്, പ്രവാചകരിൽ വിശ്വസിച്ചിരിക്കുന്നു, നമസ്കാരത്തിന് വന്നിരിക്കുന്നു എന്നവർക്ക് തോന്നും. അങ്ങനെ കൂടെ അവർ കൂടും. വൈകുന്നേരമാകുമ്പോൾ അവർ മടങ്ങി അവരവരുടെ ദീനിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് മുഅ്മിനീങ്ങളോടും പറഞ്ഞു, വലാ തുഅ്മിനു ഇല്ലാ ലിമൻ തബിഅ ദീനകും. നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പരിശുദ്ധമായ ദീനിനെ അഥവാ ഇസ്ലാമിനെ പിൻപറ്റുന്നത് വരെയല്ലാതെ ആരെയും നിങ്ങൾ വിശ്വസിക്കരുത്. ദീനിനെ പിൻപറ്റുന്നത് വരെ നിങ്ങൾ ആരെയും വിശ്വസിച്ചു പോകരുത്. അവരോട് ഉറച്ച സ്വരത്തിൽ പറയുക, ഇന്നൽ ഹുദ, തീർച്ചയായും സന്മാർഗം എന്ന് പറയുന്നത് ഹുദല്ലാഹ്, അല്ലാഹുവിന്റെ സന്മാർഗ പാതയാണ്.
അള്ളാഹുവിന്റെ സന്മാർഗ പാത മാത്രമാണ് യഥാർത്ഥമായ സന്മാർഗം. യഥാർത്ഥമായ സന്മാർഗം എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് തന്നത് മറ്റാർക്കെങ്കിലും നൽകുമെന്നോ, ഔ യുഹാജ്ജൂകും ഇൻദ റബ്ബിക്കും, അതല്ല എങ്കിൽ അള്ളാഹുവോട് ന്യായവാദം നടത്തുമെന്നോ നിങ്ങൾ വിശ്വസിച്ചു പോകരുത്. നിങ്ങൾക്ക് നൽകിയതുപോലെ മറ്റുള്ളവർക്ക് നൽകുമെന്നോ, അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി ന്യായവാദം നടത്തുമെന്നോ നിങ്ങൾ വിശ്വസിച്ചു പോകരുത്. ഖുൽ, നബിയെ വീണ്ടും പറയും, ഇന്നൽ ഫദ്ല ബിയദില്ലാഹ്, അള്ളാഹുവിന്റെ കയ്യിലാണ് സർവ്വ അനുഗ്രഹങ്ങളും. യുഅ്തീഹി മൻ യശാ, ആ അനുഗ്രഹം അഥവാ ഹിദായത്താകുന്ന അനുഗ്രഹം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വിശാലതയുള്ളവനാണ്, സകല കാര്യങ്ങളും കൃത്യമായി അറിയുന്നവരുമാണ്. വളരെ വ്യക്തമായ ഒരു തത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ മുഅ്മിനീങ്ങൾക്കും പ്രവാചകനും പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. വീണ്ടും അല്ലാഹു പറഞ്ഞു, യഖ്തസ്സു ബി റഹ്മതിഹി മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹത്തിൽ നിന്ന്, അവന്റെ കാരുണ്യത്തിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് അല്ലാഹു നൽകുന്നു. ചിലർക്ക് അല്ലാഹു പ്രത്യേകമായിട്ട് നൽകും. അത് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ട കാര്യമാണ്. വല്ലാഹു ദുൽ ഫളിൽ അദീം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അനുഗ്രഹം ഉടയവനും ഏറ്റവും വലിയ ഉന്നതനും മഹോന്നതനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അതുകൊണ്ട് ഇവര് നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇവരുടെ അടുക്കലേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം, ഇവരുമായിട്ട് നമുക്ക് കൂടിയാലോചിക്കാം, മുഷാവറ ചെയ്യാം എന്നുള്ള ഇതൊന്നും നിങ്ങൾ വിശ്വസിച്ചു പോകരുത് നബിയെ. ഇവർ നിങ്ങളുടെ ദീനിനെ പൂർണ്ണമായിട്ടും പിൻപറ്റുന്നത് വരെ ഇവരെ നമ്പിയേക്കരുത്, ഇവരെ വിശ്വസിച്ചേക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വിധങ്ങളുടെ കാലഘട്ടത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളെയാണ് വിധങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്. മക്കയിൽ നിന്നും മദീനയിൽ വന്നതിന് ശേഷം ഒരു ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്തുന്ന സമയത്ത്, ഇസ്ലാമിന്റെ ദഅവത്ത് ലോകത്തിലേക്ക് വ്യാപിക്കുന്ന സമയത്ത് ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്, നമ്മളത് മനസ്സിലാക്കുക. എന്നാൽ അഹ്ലി കിതാബികളിൽ നല്ല ഒരു വിഭാഗം ആളുകളുണ്ട്, നല്ലവരായ ആളുകളുണ്ട്. അഥവാ ആ കാലഘട്ടത്തിലെ പ്രവാചകരിൽ വിശ്വസിക്കുകയും ആ പ്രവാചകന് നൽകപ്പെട്ടിരിക്കുന്ന വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുകയും ഇനി അവരുടെ കാലത്ത് തന്നെ അടുത്തൊരു പ്രവാചകൻ വന്നാൽ ആ പ്രവാചകനെ അംഗീകരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ അഹ്ലി കിതാബികളായ വിശ്വാസികളുണ്ട്. അവരെ പറ്റിയും അല്ലാഹു പറയുന്നുണ്ട്, വമിൻ അഹ്ലിൽ കിതാബി മൻ ഇൻ തഅമൻഹു ബിഖിൻതാരി യുഅദ്ദിഹി ഇലൈക. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്ലി കിതാബികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട്, താങ്കൾ സ്വർണത്തിന്റെ കൂമ്പാരം അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചാലും അതവര് താങ്കൾക്ക് തിരിച്ചു തരും. വിശ്വാസവഞ്ചനയൊന്നും അവർ ചെയ്യൂല. ഒരു സ്വർണത്തിന്റെ കൂമ്പാരം അവരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചാലും അവരത് താങ്കൾ തിരിച്ചു ചോദിക്കുമ്പോൾ, എപ്പോ തിരിച്ചു ചോദിച്ചാലും താങ്കളുടെ അടുക്കലേക്ക് അവർ തിരിച്ചു തരും. അതേപോലെ തന്നെ വീണ്ടും ആ കൂട്ടത്തിൽ തന്നെ അഹ്ലി കിതാബുകളിൽ മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, അത് താങ്കൾ തിരിച്ചറിയണം കേട്ടോ. വമിൻഹും മൻ ഇൻ തഅമൻഹു ബിദീനാരിൻ, ഇനി താങ്കൾ ഒരു ദീനാറാണ് വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതെങ്കിൽ ലാ യുഅദ്ദിഹി ഇലൈക, തിരിച്ചു ചോദിക്കുമ്പോൾ, എത്ര നിസ്സാരമാണ് ഒരു ദീനാർ, ആ ഒരു ദീനാർ തിരിച്ചു ചോദിക്കുമ്പോൾ അവർ താങ്കളിലേക്ക് തിരിച്ചു തരികയില്ല, അവരത് പിടിച്ചു വയ്ക്കും. അങ്ങനെയും ചില ആളുകളുണ്ട്. ഇല്ലാ മാ ദുംത അലൈഹി ഖായിമാ, നബിയെ താങ്കൾ നിരന്തരം അവരെടുക്കൽ പോയി അത് ചോദിച്ചുകൊണ്ടിരുന്നാലും, നിരന്തരം അത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നാലും അവര് മടക്കി തരികയില്ല. ഇങ്ങനെയും ഒരു വിഭാഗം ആളുകൾ അഹ്ലി കിതാബുകളുടെ കൂട്ടത്തിലുണ്ട് നബിയെ, അഹ്ലി കിതാബുകളുടെ കൂട്ടത്തിലുണ്ട്. കണ്ടോ? അപ്പൊ രണ്ട് വിഭാഗത്തിന്റെ സ്വഭാവവും അല്ലാഹു സുബ്ഹാനഹു വ തആല. സ്വർണത്തിന്റെ കൂമ്പാരം അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്
എനിക്കിത് മടക്കി തരണമെന്ന് ചോദിച്ചാൽ യാതൊരു വിധമായ വൈമനസ്യവും കൂടാതെ തിരിച്ചു നൽകുന്നവരുമുണ്ട്. നേരെ മറിച്ച് നിസ്സാരം 1 ദീനാർ കൊടുത്തിട്ട് എനിക്ക് മടക്കിത്താന്ന് ചോദിച്ചാൽ തരാതെ പുറകേയിട്ട് നടത്തിപ്പിക്കുക. അങ്ങനെ എത്ര കൂടെ പുറകെ നടന്ന് ചോദിച്ച് നടന്നാലും നബിയെ താങ്കൾക്ക് അവർ തിരിച്ചു തരികയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ذلك بأنهم قالوا ليس علينا في الأميين سبيل. ഈ മടക്കി കൊടുക്കാതിരിക്കാനുള്ള ന്യായം അവരെന്താണ് പറയുന്നതെന്ന് അറിയാമോ? അതാണ് രസം. അള്ളാഹ് പറയാണ്, ഇത് മടക്കി തിരിച്ചു ആ അവകാശിക്ക് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി അവർ പറയുന്ന ന്യായം എന്ന് പറയപ്പെടുന്നത്, അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് ذلك بأنهم قالوا, തീർച്ചയായും അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നു, ലൈസ അലൈനാ ഫിൽ ഉമ്മീന സബീൽ, ഈ നിരക്ഷരരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു കുറ്റവും ഉണ്ടാകാനിടയില്ല. നിരക്ഷരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂതന്മാരല്ലാത്തവർ മുഴുവനും നിരക്ഷരരാണ്, ജാഹിലീങ്ങളാണ്, യാതൊരു ബോധമില്ലാത്തവരാണ് എന്നാണ് അവർ കണക്കാക്കി വച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാല് തിരിച്ചു കൊടുത്തില്ല എങ്കിൽ ഞങ്ങൾക്കൊരു കുറ്റവുമില്ല. ഇതാണ് അവരുടെ ന്യായം. തിരിച്ചു കൊടുക്കാതിരിക്കുന്നതിനുള്ള ന്യായം അവർ പറയുന്നതാണ്. ഞങ്ങളല്ലാത്തവർ മുഴുവനും നിരക്ഷരരാണ്, ആ നിരക്ഷരരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ കൊടുക്കാതിരുന്നാൽ യാതൊരു കുറ്റവും ഞങ്ങൾക്കില്ല. പിന്നെയോ വയഖൂലൂന അലല്ലാഹിൽ കദിബ, അവർ അല്ലാഹുവിന്റെ മേൽ കള്ളങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നവരാണ്. വഹും യഅലമൂൻ, അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. എന്നിട്ടും അവർ അല്ലാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണ്. ഏത് കള്ളം? മറ്റുള്ളവരുടെ സ്വത്ത് കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുത്തില്ല എങ്കിൽ യാതൊരു കുറ്റവും ഇല്ല എന്ന് അവർ സ്വന്തം അങ്ങനെ തന്നെ ഒരു വിചാരിക്കാൻ ഒരു പത്ത് കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബലാ, അറിയണേ, മൻ ഔഫാ ബിഅഹ്ദിഹി, ആര് കരാറിനെ പൂർത്തീകരിക്കുന്നുവോ, ആര് കരാറുകളെ പൂർത്തീകരിക്കുന്നുവോ, വത്തഖാ, അല്ലാഹുവിന്റെ അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നുവോ, فإن الله يحب المتقين, തീർച്ചയായും അല്ലാഹു മുത്തഖീങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്. ആ ആയത്ത് ആ പോയിന്റ് കൊണ്ട് നിർത്തിയത് അങ്ങനെയാണ്. വമൻ ഔഫാ ബിഅഹ്ദി, കരാറിനെ പൂർത്തിയാക്കുക. കരാറ് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അമാനത്തിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിനെ തിരിച്ചു ചോദിക്കുമ്പോ അത് തിരിച്ചു കൊടുത്തിരിക്കണം. അതിനകത്ത് വേറെ ന്യായങ്ങളൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ഒരു ന്യായവും അതിനില്ല. അവകാശി എപ്പോൾ ചോദിക്കുന്നുവോ അപ്പോൾ തിരിച്ചു കൊടുത്തിരിക്കണം. അങ്ങനെ നിങ്ങൾ തിരിച്ചു കൊടുക്കുകയും കരാറ് പൂർത്തിയാക്കുകയും അതേപോലെ തന്നെ പടച്ചവനെ പേടിക്കുകയും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നുവെങ്കിൽ അല്ലാഹ് പറഞ്ഞു, അള്ളാഹ്ക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ആളുകളോട് അള്ളാഹു വലിയ മഹബ്ബത്താണ്, അള്ളാഹുവിനോട് വലിയ സ്നേഹം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം നടന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അൻഹു ദക്കറ റജുലൻ മിൻ ബനി ഇസ്രായീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഇസ്രായീലിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോട് പിൽക്കാലത്ത്. അതായത് ആ ബനു ഇസ്രായീലിൽപ്പെട്ട ചെറുപ്പക്കാരൻ ഒരാളുടെ പക്കൽ നിന്നും അയാൾക്ക് 1000 ദീനാർ വാങ്ങിച്ചു. 1000 ദീനാർ വാങ്ങിച്ചപ്പോ സാക്ഷികളെ ഉൾപ്പെടുത്തിയാണ് 1000 ദീനാർ വാങ്ങിച്ചത്. സാക്ഷികളെ ഉൾപ്പെടുത്തിയായിരുന്നു. അങ്ങനെ അയാൾ മടക്കി കൊടുക്കേണ്ടുന്ന സമയമെത്തിയപ്പോ അയാൾ അതിനെ മടക്കി കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് വേറെ ഒരു ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കൈകളിൽ തന്റെ സ്വത്തുക്കൾ മുഴുവനും ഏൽപ്പിച്ചിട്ട് പറഞ്ഞു,
എന്റെ അനന്തരാവകാശികൾക്ക് എന്റെ കാലശേഷം നീ വീതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. എന്റെ അനന്തരാവകാശികൾക്ക് എന്റെ കാലശേഷം ഇത് നീ വീതിച്ചു കൊടുക്കണം, അതിൽ നിന്ന് യാതൊന്നും എടുക്കാൻ പാടില്ല, ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ മരണപ്പെട്ടു, ഏൽപ്പിച്ചയാൾ മരണപ്പെട്ടു. അനന്തരാവകാശികൾ കൃത്യമായി ഇദ്ദേഹത്തിന് ചെറുപ്പക്കാരനെ സമീപിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് തരാനുള്ളതല്ല, ഇത് മുഴുവനും എനിക്ക് സ്വതക്കയായി കിട്ടിയതാണ്, ഞാനാണ് ഇതിന്റെ അവകാശം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയുണ്ടായി. ഇതുപോലെ നിങ്ങൾ ആകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചു. ഈ ആയത്ത് ഓതിക്കൽപ്പിച്ചിട്ട് പഠിപ്പിച്ചു. അങ്ങനെ ചെയ്യുന്നത് അത് ജൂതന്മാരുടെ നിർദ്ദിഷ്ട സ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും നിങ്ങൾക്കത് ബോധ്യമല്ല. ഏൽപ്പിക്കപ്പെട്ടാൽ അത് ഏൽപ്പിച്ച ആള് എപ്പോഴും തിരിച്ചു ചോദിച്ചാലും അതിനെ മടക്കി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പിന്നെ അവിടെ ഒരു എക്സ്ക്യൂസ് ഒന്നും പറയേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ഒരല്പം കാലാവധി നീട്ടി ചോദിക്കാം. ഒരു മാസം കൂടെ എനിക്ക് നീട്ടിത്ത, അല്ലെങ്കിൽ 2 മാസം കൂടെ എനിക്ക് നീട്ടിത്ത, കൃത്യമായിട്ട് ഞാൻ തന്നേക്കാം എന്ന് നമുക്ക് ചോദിക്കാമെന്നല്ലാതെ ഞാൻ തരൂല എന്ന് പറയാൻ ഒരു അവകാശം നമുക്കില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യൻ ആ സമ്പത്തുമായിട്ട് വന്ന് റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടുന്ന അവസ്ഥയുണ്ടാകും. നഊദുബിൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അമാനത്തിന്റെ വിഷയത്തിൽ, കരാറുകളുടെ വിഷയത്തിൽ നമ്മൾ അങ്ങേയറ്റത്തെ ഗൗരവം കാണിക്കുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്യണം. അല്പലാഭം പെരുംഛേദം. പഴമക്കാർ നമ്മുടെ കത്തമാര് പറയുമായിരുന്നല്ലോ, അല്പലാഭം പെരുംഛേദം എന്ന് പറയും. ചിലപ്പോ അല്പലാഭത്തിന് വേണ്ടി ആയിരിക്കാം, ദുനിയാവിന്റെ എന്തെങ്കിലും ചെറിയ നേട്ടത്തിന് വേണ്ടി ആയിരിക്കാം നമ്മൾ അങ്ങനെയൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. പക്ഷേ വലിയ കടുത്ത അപകടമാണ് നാളെ ആഖിറത്തിൽ. എനിക്ക് നിങ്ങൾക്കൊരു ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.